ശ്രീനഗറിലടക്കം തുടർച്ചയായ സ്ഫോടന ശബ്ദം കേൾക്കുന്നതായാണ് റിപ്പോർട്ട്. ശ്രീനഗറിലും പൂഞ്ചിലും സ്ഫോടനം തുടരുന്നതായ റിപ്പോർട്ടുകൾ. പുതിയ അപ്ഡേഷനുകൾ ഏത് തരത്തിലാണ് പുറത്തേക്ക് വരുന്നത്? പാക് പ്രകോപനത്തിന്റെ മൂന്നാം ദിനവും പുലർച്ചെയാവുമ്പോഴേക്കും ജമ്മു കാശ്മീരിൽ ആണ് വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുകളും ആക്രമണങ്ങളും തുടരുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ ശ്രീനഗർ വിമാനത്താവളം അടക്കമുള്ള മേഖലകളിലേക്ക് ഇന്ന് പകലും ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. അതുപോലെ തന്നെ ശ്രീജിത് ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്ക്, ഇന്ത്യയിലെ മറ്റ് മേഖലകളിൽ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ ആക്രമണത്തിന് വരെ പാകിസ്ഥാൻ മുതിരുന്നു എന്നുള്ളത് തരം റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനഗറിൽ ആയാലും ബാരാമുള്ളയിലായാലും ഉദ്ധംപൂർ ആയാലും ജമ്മു കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ന് പകലും വൻ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അക്നൂർ അടക്കമുള്ള മേഖലകളിൽ ഇന്നലെ ആക്രമണം ഉണ്ടായ ഡ്രോണുകൾ ഇന്ത്യ തകർത്തിട്ട മേഖലകളാണ് ഇതെല്ലാം. രാത്രി ഉടനീളം ബ്ലാക്ക് ഔട്ട് നിലനിന്നിരുന്ന മേഖലകളാണ് ഇതെല്ലാം. ഈ ഒരു മേഖലകളിലെല്ലാം ഇന്ന് പുലർച്ചെയും ഡ്രോൺ ആക്രമണം തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ അധികൃതർ വ്യക്തമാക്കിയത് 26 മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായെന്നാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ഏകദേശം 5ഓളം സംസ്ഥാനങ്ങളിലായി 26 മേഖലകളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിലായിട്ടാണ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പൂഞ്ച് രജൌരി മേഖലകളിൽ ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നു. പാക് ഷെല്ലിംഗ് തുടരുന്ന പശ്ചാത്തലത്തിൽ ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഒരു കുടുംബത്തിലെ 3 പേർ പരിക്കേറ്റിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും ശക്തമായിട്ട് ഈ മേഖലകളിൽ സൈന്യം എടുത്തു വരികയാണ്. അത് ഈ പറയുന്നത് പോലെ അതിർത്തി ജില്ലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കം നീക്കങ്ങൾ നടത്തിയിരുന്നു. ഈ ഒരു നീക്കം നടത്തിയത് തന്നെ ഈ പാക് പ്രകോപനം തുടരുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇങ്ങനൊരു മുൻകരുതൽ ഇന്ത്യൻ ആർമി എടുത്തത്. ഈ ഒരു മുൻകരുതൽ ശരിവെക്കുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം തുടരുന്നത്. ഈ ജമ്മു കാശ്മീരിന് പുറത്ത് പഞ്ചാബിലും മറ്റും ആയിട്ട് ആക്രമണം തുടരുന്നതായിട്ടും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമൃത്സറിൽ നിന്ന് സ്ഫോടന ശബ്ദം കേൾക്കുന്നു. അമൃത്സറിൽ ഇന്നലെയും ഉണ്ടായിരുന്നു ഈ ഡ്രോൺ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ. അമൃത്സറിലും ജലന്ധറിലുമായിട്ട് ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നു. ഈ ആക്രമണങ്ങളെല്ലാം ഇന്ത്യൻ പ്രതിരോധ സംവിധാനം വിജയകരമായിട്ട് തന്നെ ചെറുത്തു വരുന്നതായിട്ടാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് പോലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഔദ്യോഗികമായിട്ടൊരു ഓപ്പറേഷനിലേക്ക് തന്നെ പാകിസ്ഥാൻ നീങ്ങുന്നു എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം വരുന്നത്, പ്രതികരണങ്ങൾ വരുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനകളിൽ തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ പാകിസ്ഥാനിലെ 3 എയർബേസുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള ഒരു ആരോപണം സൈനിക വക്താവ് തന്നെ നടത്തിയിരുന്നു. നിർണായകമായിട്ടുള്ള ഈ ഇസ്ലാമാബാദില് സമീപമുള്ള റാവൽപിണ്ടിയിലടക്കം ഉള്ള എയർബേസുകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയതായിട്ടുള്ളായിരുന്നു ഇവരുടെ ആരോപണം. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ റാവൽപിണ്ടിയിലായാലും ലാഹോറിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലായാലും ഈ പാകിസ്ഥാനിലെ പെഷാവറിലായാലും പാകിസ്ഥാനിലെ വിവിധ മേഖലകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ മേഖലകളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ആക്രമണങ്ങളും മറുവശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനൊരു ഇന്ത്യക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ അടക്കമുള്ള ഒരു പ്രഖ്യാപനങ്ങളുടെ റിപ്പോർട്ടുകളും വരുന്നത്. എന്തായിരിക്കും അടുത്ത മണിക്കൂറുകളിലെ സാഹചര്യം എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പുതിയ പുലർച്ചെ തന്നെ ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ. വിവിധ മാധ്യമങ്ങളിൽ നിന്നുള്ള ഈ ഫത്താവാൻ അടക്കമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നതിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം തന്നെയായിരിക്കും അത്. ഈ ഷെല്ലിങ്ങിലൂടെയാണ് പാക് സൈന്യം ഇന്ത്യക്കെതിരായിട്ടുള്ള ഔദ്യോഗികമായി തിരിച്ചടിയെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ തന്നെയും ഈ നിരപരാധികളായിട്ടുള്ള ജനവാസ കേന്ദ്രങ്ങളുള്ള ഈ സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളുള്ള മേഖലകളിലേക്ക് പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 18 പേരാണ്, 18 സാധാരണക്കാരാണ്, 3ഓളം സൈനികരും ഈ ഒരു ആക്രമണത്തിൽ പാക് ഷെല്ലിങ്ങിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 8-ാം തീയതി മുതൽ ഈ
ഇന്ത്യയിലേക്ക് ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇത് ഒരു പടി കൂടെ കടന്ന് മിസൈൽ ആക്രമണത്തിന് വരെ മുതിരുന്നു പാകിസ്ഥാൻ എന്നൊരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഈ മിസൈൽ ആക്രമണങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടുകൾ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് അതിൽ അധികവും. പക്ഷേ ഇന്ത്യൻ മാധ്യമങ്ങളടക്കം വിവിധ ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഒരു മിസൈൽ ആക്രമണത്തിന്റെ വിവരങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഫോടനങ്ങൾ തുടരുന്നുമുണ്ട്. പക്ഷേ പ്രതിരോധ സംവിധാനം ശക്തമാണ്. ഇന്നലെ വിവിധ റിപ്പോർട്ടുകളിൽ നമുക്ക് വ്യക്തമായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്നുള്ളൊരു പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഏത് വിധത്തിലുള്ള വ്യോമാതിർത്തികളിലെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാനാകുന്ന സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ പ്രിസിഷൻ വൈസ് കൃത്യമായി നമുക്ക് ചെറുക്കാനാകുന്ന വ്യോമ അതിർത്തിയിലെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും ചെറുക്കാനുമാകുന്ന തരത്തിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മുടെ പക്കലുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുടരുമ്പോൾ നമുക്ക് ആശ്വസിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ദിവസത്തെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ വിജയകരമായി ചെറുക്കാൻ നമുക്കായി എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു സാഹചര്യം. അപ്പോഴും അതിർത്തി ഗ്രാമങ്ങൾ, അതിർത്തി മേഖലകളിൽ അശാന്തമായി തുടരുകയാണ്. പലയിടത്തും സ്ഫോടന ശബ്ദങ്ങൾ തുടരുന്നു. ആശങ്ക അവിടെ നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടായതുപോലുള്ള സാഹചര്യങ്ങൾ, ഈ ഡ്രോൺ തകർന്നുകൊണ്ട് പരിക്കേൽക്കുന്നത് പോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അത് അങ്ങനെ ഒരു ആശങ്ക ഒരു വശത്തുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ ഈ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന കുടുംബത്തിന് നേരെയാണ് ഈ ആക്രമണത്തിന്റെ ചീളുകൾ പതിച്ചുള്ള ഒരു അപകടം ഉണ്ടായത്. അതിലൊരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഇത്തരം സാഹചര്യങ്ങൾ വ്യക്തമായും ജനവാസ കേന്ദ്രങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഇത്തരം ആക്രമണങ്ങൾ ചെറുക്കുക, ഈ വളരെ ചെറിയ നമ്പറിലെങ്കിലുമുള്ള ഈ കാഷ്വാലിറ്റികൾ ഒഴിവാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യമായിട്ട് തന്നെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലെല്ലാം ഇപ്പോൾ സുരക്ഷാ സാഹചര്യങ്ങൾ വരികയാണ്. മറ്റു നമ്മുടെ സംവിധാനങ്ങളെല്ലാം സൈന്യത്തിന്റെ ഒരു ബ്രീഫിംഗ് പകൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നത്. ഈ ഒരു ബ്രീഫിംഗ് 10 മണിയിലേക്ക് മാറ്റിവെക്കുന്നതായിട്ടൊരു അറിയിപ്പുണ്ടായിരുന്നു. ഈ 10 മണിക്ക് പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും നമുക്ക് വിവരങ്ങൾ കൈമാറും. എന്താണ് സാഹചര്യം എന്നുള്ളതിന് ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നേരത്തെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ സൈനിക വൃത്തങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നുള്ളൊരു വിശദീകരണത്തിനൊപ്പം ഒരു പടി കൂടി കടന്ന് സർക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ളൊരു വിശദീകരണം തന്നെ ഉണ്ടാവുകയാണ്. നിലവിലെ സാഹചര്യങ്ങളിൽ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് 10 മണിയോടെ ലഭിക്കുമെന്നാണ് വിവരം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ, ഷെല്ലാക്രമണമായ അതിർത്തിയിലെ പ്രകോപനമായാലും പാക് പ്രകോപനത്തിന്, ഷെല്ലാക്രമണങ്ങളോടുള്ള പ്രകോപനത്തിന് ശക്തമായിട്ടുള്ള ഇന്ത്യ മറുപടി നൽകി വരുന്നുവെന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ജമ്മുവിലെ ഈ ഷെല്ലിംഗ് അല്ലെങ്കിൽ പാക് സൈന്യത്തിന്റെ നിയന്ത്രണ രേഖ കടന്നുള്ള ഈ ആക്രമണങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ശക്തമായി തന്നെ ജമ്മുവിൽ മറുപടി കൊടുത്തിരുന്നു. ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരുന്നു. ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ പ്രതിരോധം 3-ാം ദിവസവും തുടരുകയാണ്. രജൌരി അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള നമുക്കിപ്പോൾ ANA അടക്കമുള്ള വാർത്താ ഏജൻസികളിൽ ഈ ഒരു ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. തകർന്ന വീടുകൾ കൃത്യമായും ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ANA നിന്നടക്കം നമുക്ക് ലഭ്യമാകുന്നത്. ഈ രജൌരിയിൽ അടക്കം ഈ തകർന്ന വീടുകൾ ഈ പാകിസ്ഥാന്റെ എന്ത് വലിയ തോതിലുള്ള പ്രകോപനമാണ് ഇന്ത്യയിലേക്ക് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ്. ഈ ഒരു ആക്രമണത്തിന് ശക്തമായി തന്നെ ഇന്ത്യ അതിർത്തിയിൽ മറുപടി നൽകുന്നുണ്ട്. ഈ പരമാവധി ആക്രമണങ്ങൾ ചെറുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും ഒരു ജാഗ്രത എന്ന നിലയിൽ പലരെയും അതിർത്തി ജില്ലകളിൽ നിന്ന് ഏകദേശം 5 അതിർത്തി ജില്ലകളിൽ നിന്നായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഒഴിപ്പിക്കൽ പ്രക്രിയ തുടരുകയാണ്. പരമാവധി ജനവാസ കേന്ദ്രങ്ങളെ സുരക്ഷിതമാക്കുക, ജനവാസ കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമായി ലക്ഷ്യമിട്ടുള്ള പാക് ആക്രമണത്തിൽ നിന്ന് പ്രദേശവാസികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സൈന്യം നടത്തി വരുന്നത്. ഈ മാറ്റുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്, ഷെൽട്ടർ ക്യാമ്പുകളിലേക്കാണ് മാറ്റുന്നത്. ഇവർക്കുള്ള സൗകര്യങ്ങളെല്ലാം കൃത്യമായി വിശകലനം ചെയ്തു വരുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള വിവരങ്ങൾ. അരുണി, ഇന്നലെ രാത്രി
തുടങ്ങിയ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്നും ഇപ്പോൾ ഈ മണിക്കൂറിലും അത് തുടരുകയാണ്. ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ വിവിധയിടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും എല്ലാം ഇന്ത്യൻ സേന നിർവീര്യമാക്കി. ശക്തമായി തന്നെ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചു, തകർത്തു. നിയന്ത്രണ രേഖയിലെ ഷെല്ലിങ്ങിൽ തുടങ്ങിയ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെ 26 സ്ഥലങ്ങളിൽ ആണ് പാകിസ്ഥാൻ ഇന്നലെ ഡ്രോൺ ആക്രമണം നടത്തിയത്, പ്രകോപനം നടത്തിയത്. ജമ്മുവിൽ മാത്രം 100ഓളം ഡ്രോണുകൾ എത്തിയെന്നാണ് വിവരം. എല്ലാത്തിനെയും ഇന്ത്യൻ സേന പ്രതിരോധിച്ചു. ഫിറോസ്പൂരിലുള്ള ജനവാസ മേഖലയിലെ ഡ്രോൺ ആക്രമണത്തിലാണ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റതും അത് ഒരു സ്ത്രീ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളതും. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് പാക് ഡ്രോണുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ എത്തിയത്. ഇതിൽ പഞ്ചാബിൽ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ ആക്രമണത്തിൽ ഒരു അപകടം എന്ന നിലയിൽ ഉണ്ടായത്. മറ്റ് ഡ്രോണുകളെല്ലാം തന്നെ സേന നിർവീര്യമാക്കി. മേഖലയിലെ ഒരു വീട്ടിന് സമീപത്തായിരുന്നു ഡ്രോൺ പതിച്ചിരുന്നത്. മാത്രമല്ല പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയുടെ ശ്രമം എന്നുകൂടി പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. നൂർഖാൻ, ഷോർക്കോട്ട്, മുർദ് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ഇതിന് തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ പറയുന്നു. ഇന്ത്യൻ അതിർത്തി കടന്ന് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇന്ത്യ ഇതിനു മുൻപ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു അതിർത്തി കടന്ന് ഒരു ആക്രമണം നടത്തിയത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടത് വ്യോമപാതകളുടെ മറവിൽ ഒരു ആക്രമണം നടത്തുന്ന പാകിസ്ഥാന്റെ രീതിയാണ്. വിമാനങ്ങളെ മറയാക്കി ഒരു എയർ ഷീൽഡിനെ പിൻപറ്റിക്കൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇന്ത്യൻ അതിർത്തികൾക്ക് നേരെ പാകിസ്ഥാൻ ഇന്നലെ നടത്തിയത്. പക്ഷേ അതിന് നേരെ വിപരീതമായി ഇന്നിപ്പോൾ മണിക്കൂറുകളോളം ഏതാണ്ട് ഉച്ചവരെ തന്നെ വ്യോമപാത അടച്ചിടാനുള്ള തീരുമാനത്തിലേക്കാണ് പാകിസ്ഥാൻ എത്തിയത്. കൃത്യമായി തന്നെ ഒരു ഇന്ത്യയുടെ തിരിച്ചടിയെ ഭയക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാന് മുമ്പിൽ നിലവിൽ ഉണ്ട്. ഇന്നലെ അതുമാത്രമല്ല പാകിസ്ഥാന് ഇന്ത്യയുടെ പ്രതിരോധം, ഇന്ത്യയുടെ തിരിച്ചടി എന്ന് ഒരു വശത്ത് നടക്കുമ്പോൾ ബലോച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം പാകിസ്ഥാനെ ഇന്നലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു.